CUT UG വഴി ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. SIU സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി അതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഏകദേശം 8ഓളം വരുന്ന സാർക്ക് നേഷൻസിന്റെ സ്പോൺസർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇന്റർനാഷണൽ ലെവലിൽ ഉൾപ്പെടുത്താൻ പറ്റിയ യൂണിവേഴ്സിറ്റിയാണ്. CUT ഇതിന്റെ അപ്ലിക്കേഷൻ നേരത്തെ ഓപ്പൺ ആക്കിയിട്ട് ക്ലോസ് ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജൂലൈ 12 വരെയാണ് അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അവിടെ ഏകദേശം 3 കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ്. ഇന്റഗ്രേറ്റഡ് BBA പ്ലസ് MBA ആണ് കോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു കോഴ്സിന് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനി വൺ ഓഫ് ദി ഫോളോവിംഗ് എന്നാണ് ക്രൈറ്റീരിയ പറയുന്നത്. ഇതൊക്കെ സബ്ജക്ട് വെച്ചാൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് ഓർ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ എക്കണോമിക്സ് ഓർ മാസ് മീഡിയ ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ കോർ മാത്സ് ഓർ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓർ സൈക്കോളജി. അപ്പൊ ഇത്ര സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതാണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് BBA പ്ലസ് MBA എന്നുള്ള കോഴ്സിൽ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റിയിലെ ഇന്റഗ്രേറ്റഡ് BBA പ്ലസ് MBA കോഴ്സിൽ നിങ്ങൾ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് BS ഓർ BS MS ഇന്റർ ഡിസിപ്ലിനറി സയൻസ് എന്നാണ്. അപ്പൊ ഈ ഒരു കോഴ്സിന് പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും 2 സബ്ജക്റ്റുകളാണ്. ഈ സബ്ജക്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ മാത്സ് അതുപോലെ തന്നെ ഫിസിക്സ് എഴുതണം, അല്ലെങ്കിൽ ബയോളജി കെമിസ്ട്രി. ഈ 4 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 2 എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് BA ഹോണേഴ്സ് ഇൻ മീഡിയ ആർട്സ് ആൻഡ് ഡിസൈൻ എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ മാസ് കമ്മ്യൂണിക്കേഷൻ പേപ്പർ എഴുതണം, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് എഴുതണം, അല്ലെങ്കിൽ ഫൈൻ ആർട്സ് പേപ്പർ എഴുതണം, അല്ലെങ്കിൽ പെർഫോമിംഗ് ആർട്സ് പേപ്പർ എഴുതണം, അല്ലെങ്കിൽ സോഷ്യോളജി പേപ്പർ എഴുതണം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പേപ്പർ എഴുതണം, അല്ലെങ്കിൽ എക്കണോമിക്സ് പേപ്പർ എഴുതണം, അല്ലെങ്കിൽ ഹിസ്റ്ററി. ഇതിൽ ഏതെങ്കിലും ഒരു പേപ്പർ എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് കൂടി എലിജിബിൾ ആവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ, സ്കോളർഷിപ്പ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് SIU പഠിക്കുന്നതോട് കൂടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫാക്കൽറ്റി എക്സ്പോഷറും കാര്യങ്ങളും, അതുപോലെ തന്നെ അവിടുത്തെ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ പല സ്റ്റേറ്റിൽ നിന്ന് പല കൺട്രിയിൽ നിന്നുള്ള കുട്ടികളൊക്കെ അവിടെ വന്ന് പഠിക്കുന്നുണ്ടാവും. ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഏകദേശം 8ഓളം വരുന്ന സാർക്ക് കൺട്രീസ് സ്പോൺസർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മറക്കാൻ പാടില്ല, ജൂലൈ 12 ആണ്. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CUT ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. All the best.